Namaste, welcome to my classroom, Design of Concrete Structures 2, CE 304. For semester 6, Civil Engineering students, KTU. Hi, this is Lakshmi, Assistant Professor, Department of Civil Engineering, SNIT, Adur. Design of Concrete Structures 2, Module 6. Today's topic, Analysis of Prestressed Concrete Beams, Problems. Module 6, Prestressed Concrete, Problems. Question number 5. Determine the stresses developed at the transfer stage and service stage of an unsymmetrical I section, not this, unsymmetrical I section of a simply supported prestressed concrete beam as shown in figure. The beam carries a live load of 2 kN per meter over a span of 8 meter. The effective prestressing force of 100 kN is applied at 50 mm from the soffit of the beam at mid-span. Clear? നമുക്ക് സ്ട്രെസ്സസ് ആണ്, അതായത് സർവീസ് ട്രാൻസ്ഫർ സ്റ്റേജിലെയും സർവീസ് സ്റ്റേജിലെയും സ്ട്രെസ്സസ് ഡെവലപ്പ് ചെയ്യുന്നത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. സിംപ്ലി സപ്പോർട്ടഡ് പ്രീസ്ട്രെസ്ഡ് കോൺക്രീറ്റ് ബീം ആണ് കാണിച്ചേക്കുന്നത്. പക്ഷെ ബീം ഐ സെക്ഷൻ ആണ്, അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഐ സെക്ഷൻ ബീമാണ് വന്നിരിക്കുന്നത്. അതിലേക്ക് വരുന്ന ലൈവ് ലോഡ് 2 kN per meter ആണ്. ഇതിന്റെ ബീമിന്റെ സ്പാൻ 8 meter ആണ്. ഓക്കെ, 8 meter സ്പാൻ ആണ്. Prestressing force 100 kN ആണ്. Is applied at 50 mm from the soffit of the beam. Soffit of the beam ന്ന് 50 mm മാറിയിട്ടാണ് prestressing force അപ്ലൈ ചെയ്യുന്നത്. സോ നമുക്ക് ഈ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ക്ലിയർ? ഇതാണ് ഐ സെക്ഷൻ കാണിച്ചേക്കുന്നത്. ഓക്കെ, 300 mm here, 100 mm, 60 mm here, 60, and in between this web portion 280, ഈ width 80. ക്ലിയർ? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? അതെ. സോ നമുക്ക് സൊല്യൂഷനിലേക്ക് നീങ്ങാം. സൊല്യൂഷൻ. Span given data. Span L 8 meter. Then live load 2 kN per meter. Prestressing force 100 kN. ഓക്കെ, നേരത്തെയൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നമുക്ക് ന്യൂട്രൽ ആക്സിസ് അറിയാമായിരുന്നു ബീമിന്റെ. സോ ഹിയർ ഐ സെക്ഷൻ ആണ്, നമുക്ക് ന്യൂട്രൽ ആക്സിസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് ന്യൂട്രൽ ആക്സിസ് വൈ ബാർ നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് തൊട്ട് പഠിക്കുന്നതാണ്. സോ നമുക്കത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ആഫ്റ്റർ ദാറ്റ് നമുക്ക് ഈ കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. സോ നമുക്ക് ഇതിന്റെ ഈ ഒരു ഐ സെക്ഷന്റെ വൈ ബാർ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. വി നോ ദ ഇക്വേഷൻ. സോ depth of the neutral axis from bottom. ഓക്കെ, ഈ ഗ്രീൻ കളർ വെച്ച് മാർക്ക് ചെയ്തേക്കുന്നതാണ് ബോട്ടം. ക്ലിയർ അല്ലേ? ഈ ഗ്രീൻ കളർ വെച്ച് മാർക്ക് ചെയ്തേക്കുന്നതാണ് ബോട്ടം. സോ നമുക്ക് ബോട്ടത്തിൽ നിന്ന് ഉള്ള ന്യൂട്രൽ ആക്സിസ് ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. വൈ ബാർ നമ്മൾ എടുത്തു. വിനോദ ഇക്വേഷൻ A1 Y1 പ്ലസ് നമുക്ക് 3 പാർട്ട് ഉണ്ട്. സോ നമുക്ക് ആദ്യം ഒന്ന് ഡിവൈഡ് ചെയ്യാം. ദിസ് ഈസ് ഫസ്റ്റ് പോർഷൻ, ദിസ് ഈസ് സെക്കൻഡ് പോർഷൻ, ഓക്കെ, ആൻഡ് ദിസ് ഈസ് തേർഡ് പോർഷൻ. A1 Y1 പ്ലസ് A2 Y2 പ്ലസ് A3 Y3 ഡിവൈഡഡ് ബൈ A1 പ്ലസ് A2 പ്ലസ് A3. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോർഷൻ. ദിസ് ഈസ് സെക്കൻഡ് ആൻഡ് ദിസ് ഈസ് തേർഡ്. സോ നമുക്ക് ഓരോന്നിന്റെയും A1 A2 A3 ഫൈൻഡ് ഔട്ട് ചെയ്യണം. A1 ഫസ്റ്റ് ഈ പോർഷന്റെ ഡയമെൻഷൻ എന്താ? 300 ഇൻറ്റു 60. ഫ്ലാഞ്ച്, ഈ ഒരു ഫ്ലാഞ്ച് ഇവിടെ 300ഉം ഇവിടെ 60 ആണ്. സോ 18
000 mm square. Then A2 this portion. Web portion വരുന്നത് 80, height 280. So 22400 mm square. Then A3 this portion. Okay, ഇത്രയും 100, ഇത്രയും 60. 100 into 60. 6000 mm square. നമുക്ക് ഇനി y1, y2, y3 ഫൈൻഡ് ഔട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് y ബാർ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഞാനൊന്ന് മാർക്ക് ചെയ്യാം. y1, y2, y3. ഓക്കെ, ഫസ്റ്റ് y1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലാഞ്ചിന്റെ സെന്ററിൽ നിന്ന് നമ്മൾ ബോട്ടത്തിലേക്കാണ് എടുക്കുന്നത്. ഇത്ര. ഓക്കെ, ദിസ് ഈസ് y1. ഇവിടുന്ന് ഇതിന്റെ സെന്റർ വരെ. അപ്പോ ആലോചിച്ചോണേ, y1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഇതിന്റെ സെന്റർ വരെ, ഇവിടുന്ന് ഇവിടെ വരെ 60 പ്ലസ് ഇവിടുന്ന് ഇവിടെ വരെ 280 പ്ലസ് ഇവിടുന്ന് ഇവിടെ വരെ 60 ആണ്. നമുക്ക് അതിന്റെ സെന്റർ വരെ മതി. ദാറ്റ് മീൻസ് 60/2. ദാറ്റ് ഈസ് 370 mm. ദെൻ y2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഒരു വെബ് പോർഷന്റെ സെന്ററിൽ നിന്ന് ബോട്ടത്തിലേക്ക്, ദാറ്റ് ഈസ് y2. അപ്പൊ എന്താ, ഇവിടുന്ന് ബോട്ടത്തിൽ നിന്ന് ഇതിന്റെ സെന്റർ വരെ, ദാറ്റ് മീൻസ് 60 പ്ലസ് ഇത്രയും 60. ഇനി എന്താ, നമുക്ക് 280യുടെ പകുതി, 280/2. ദാറ്റ് ഈസ് 200 mm. ഇനി നമുക്ക് എന്താ, y3. ദാറ്റ് മീൻസ് ഇതിന്റെ സെന്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക്, സി ഈ ഡിസ്റ്റൻസ് y3, ഇതിന്റെ സെന്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എന്തായിരിക്കും, 60/2. ഇറ്റ് ഈസ് 30 mm. സോ നമുക്ക് ഇതിനകത്തുള്ള എല്ലാ വാല്യൂസും കിട്ടി. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. y ബാർ ഫൈൻഡ് ഔട്ട് ചെയ്യാം. y ബാർ ഈക്വൽ ടു A1 y1 18000 into y1 370 plus A2 22400 thus into y2 200 plus A3 6000 into y3 30 divided by A1 plus 18000 plus A2 22400 plus A3 6000. എത്ര കിട്ടി ആൻസർ y ബാർ? യെസ്, 243.9655 mm. ഞാൻ റൗണ്ട് ചെയ്യുവാണ്. 244 mm. ക്ലിയർ? 244 mm. സോ ഞാനത് മാർക്ക് ചെയ്യാം. 244 mm. നമുക്ക് 244 വാല്യൂ നോക്കിക്കോണം. നമുക്ക് ഇവിടുന്ന് ഇവിടെ വരെ 60 പ്ലസ് ഇതിന്റെ സെന്റർ വരെ, അതായത് ഈ ഒരു ഐ സെക്ഷന്റെ സെന്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ടോട്ടലി ഇവിടുന്ന് 60 പിന്നെ 280 പിന്നെ 60. സോ അത് എത്രയാ വരുന്നത്? ഓക്കെ, നമുക്ക് നോക്കാമേ. ഇവിടുന്ന് 60 പ്ലസ് ഇത്രയും 280, അപ്പൊ അതിന്റെ ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് 280/2, ദാറ്റ് മീൻസ് 140 അല്ലേ. അപ്പൊ തന്നെ നമുക്ക് 200 ആണ്. അതായത് ഇതിന്റെ സെന്റർ വരെ, ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണേലും ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണേലും ഇത് 200 ആണ് വരുന്നത്. നമുക്ക് കിട്ടിയ y ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 244 ആണ്. നമ്മൾ എടുത്തിരിക്കുന്ന എവിടുന്ന, ഫ്രം ബോട്ടത്തിൽ നിന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത്. സോ ബോട്ടത്തിൽ നിന്ന് 244 ആണ്. അപ്പം സെന്റർ വരെ എത്ര വരും? 200 വരും. അപ്പൊ അതിനും മണ്ടയിലായിരിക്കുമല്ലോ. സോ മാർക്ക് ചെയ്യുമ്പം ശ്രദ്ധിച്ച് വേണം y ബാർ മാർക്ക് ചെയ്യാനായിട്ട്. ഇതാണ് നമ്മുടെ സെന്റർ പോർഷൻ വരുന്നത്. അതിനെക്കാട്ടിലും കുറച്ച് മണ്ടയ്ക്കായിട്ട് നിൽക്കും. ഓക്കെ, ആൻഡ് ദിസ് ഈസ് y ബാർ 244 mm. ക്ലിയർ? നമ്മുടെ സെന്ററിനെക്കാട്ടി കുറച്ച് മണ്ടയ്ക്ക് നിൽക്കും. അതൊന്ന് നോട്ട് ചെയ്തോണം. സെന്റർ വരയ്ക്ക് 200 വരുന്നുള്ളൂ. സോ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, സോ ഞാൻ y ബാർ ഇത് മാർക്ക് ചെയ്തു. y ബാറിന് മുകളിലത്തെ പോർഷൻ, ഓക്കെ, താഴത്തെ പോർഷനും, അതായത് ടോപ്പും വരും ബോട്ടവും വരും. ഓക്കെ, ആൻഡ് താഴെ വരുന്ന പോർഷന് നമ്മൾ YB ബോട്ടം ആൻഡ് അപ്പർ പോർഷൻ, ദാറ്റ് മീൻസ് ഇവിടെ വരയ്ക്ക്. ദിസ് ഈസ് ടോപ്പ് YT. ക്ലിയർ ആയോ? നമ്മൾ എടുക്കുന്ന എന്താ, y ബാർ ആണ് ഇത്. y ബാറിന്റെ ഡൗൺ പോർഷൻ, ദാറ്റ് മീൻസ് ബോട്ടം പോർഷനെ നമ്മൾ YB എന്നും ഡിനോട്ട് ചെയ്തു, അപ്പർ പോർഷനെ നമ്മൾ YT എന്നും ഡിനോട്ട് ചെയ്തു. സോ ഞാനൊന്ന് എഴുതാം. YB എന്തായിരിക്കും? നമ്മുടെ y ബാർ തന്നെ ആയിരിക്കും 244 mm
ഇത്രയും ഹൈറ്റ് വരുന്നത്. ഓക്കെ, mm. ദെൻ YT എന്തായിരിക്കും? ടോട്ടൽ ഹൈറ്റിൽ നിന്ന് 244 മൈനസ് ചെയ്താൽ ഇത്രയും വരുമല്ലോ. ടോട്ടൽ ഹൈറ്റ് എത്രയായിരുന്നു? 60 പ്ലസ് 280 പ്ലസ് 60 120 400 400 മൈനസ് 244 ആയിരിക്കും നമുക്ക് അപ്പർ. ദാറ്റ് മീൻസ് 156 mm. YT ഈക്വൽ ടു 156 mm. ക്ലിയർ ആയല്ലോ? ദിസ് ഇസ് ഒന്ന് മാർക്ക് ചെയ്തേക്കാം. YT 156 mm, YB 244 mm. ടോട്ടല് നമുക്ക് വരുന്നത് 400 mm. ക്ലിയർ അല്ലേ? യെസ്, കാണുന്നില്ലല്ലേ? ഓക്കെ. സോ നമുക്ക് YBയും YTയും കിട്ടി. ഇനി നമുക്ക് എന്താ Z സെക്ഷൻ മോഡുലസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. സെക്ഷൻ മോഡുലസ് Zന്റെ ഇക്വേഷൻ എന്താ? I/Y. ഓക്കെ, നമുക്ക് സോ I ഫൈൻഡ് ഔട്ട് ചെയ്യണം, മൊമെന്റ് ഓഫ് ഇനേഷ്യ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, Y നമുക്ക് എന്തായിരുന്നു? ഇത്രയും പോർഷന്റെ ആണ് YB, ഇത്രേണ്ടത് YT. അതായത് ബോട്ടം പോർഷൻ്റെത് I/YB, ടോപ്പിൻ്റെത് Z ഈക്വൽ ടു I/YT. നമുക്ക് കാണാം. പക്ഷെ അതിന് മുമ്പ് നമുക്ക് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഫൈൻഡ് ഔട്ട് ചെയ്യണം. മൊമെന്റ് ഓഫ് ഇനേഷ്യ I എന്താ ഇക്വേഷൻ? BD ക്യൂബ് ബൈ 12. നമ്മൾക്ക് ഈ ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ്. സോ AH ബാർ സ്ക്വയർ. ഓക്കെ, BD ക്യൂബ് ബൈ 12 പ്ലസ് AH ബാർ സ്ക്വയർ. സോ നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്യാം. നമുക്ക് ടോട്ടൽ I കിട്ടണമെങ്കിൽ I1 പ്ലസ് I2 പ്ലസ് I3. I1 പ്ലസ് I2 പ്ലസ് I3. ക്ലിയർ അല്ലേ? അതെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് I ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, I നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. I ഈക്വൽ ടു, ശ്രദ്ധിച്ചോണേ, ആദ്യം ഇതിന്റെ I നമുക്ക് എടുക്കാം. BD ക്യൂബ് ബൈ 12. I1 എന്താ? ഞാൻ ഇവിടെ എഴുതാം. I1 ഈക്വൽ ടു B1 D1 ക്യൂബ് ബൈ 12 പ്ലസ് A1 H1 ബാർ സ്ക്വയർ. I2 എന്ന് പറയുമ്പം B2 D2 ക്യൂബ് ബൈ 12 പ്ലസ് A2 H2 ബാർ സ്ക്വയർ. I3 ഈക്വൽ ടു B3 D3 ക്യൂബ് ബൈ 12 പ്ലസ് A3 H3 ബാർ സ്ക്വയർ. നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. I ഈക്വൽ ടു B1. ശ്രദ്ധിച്ചോണേ, B1 B എന്താ? 300. D1 ഇത്രോ 60 ക്യൂബ് ബൈ 12 പ്ലസ് ഏരിയ A1 എന്താ? 300 ഇൻറ്റു 60. 300 ഇൻറ്റു 60 ഏരിയ ഇൻറ്റു H ബാർ സ്ക്വയർ. H ബാർ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ Y ബാറിലേക്ക് ഓരോന്നിന്റെ ഇതിന്റെ സെന്ററിൽ നിന്ന് Y ബാറിലേക്കുള്ള ഡിസ്റ്റൻസ്. ഞാനൊന്ന് വരയ്ക്കാമേ. ഇതിന്റെ സെന്ററിൽ നിന്ന് Y ബാറിലേക്കുള്ള ഡിസ്റ്റൻസ്. ദിസ് ഈസ് H1 ബാർ. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇതിന്റെ സെന്ററിൽ നിന്ന് മുകളിലേക്ക് നമുക്ക് എത്രയാ? 156 ആ. അതിൽ നിന്ന് ഇത്രയും എത്രയാ? 60/2 30 മൈനസ് ചെയ്യാൻ കിട്ടുമല്ലോ. യെസ്, ദാറ്റ് മീൻസ് 156 മൈനസ് 30 ഹോൾ സ്ക്വയർ പ്ലസ് I2. ഇതായുള്ളൂ. ഇനി I2 പ്ലസ് ഈ പോർഷനെ ഇത്രയും പോർഷൻ, സെക്കൻഡ് പോർഷൻ B 80 ഇൻറ്റു D 280 ക്യൂബ് ബൈ 12 പ്ലസ് ഏരിയ 80 ഇൻറ്റു 280 ഇൻറ്റു H2 ബാർ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ എന്താ നമുക്ക് വേണ്ടത്? ഇത്രയുമാണ്. ഇതിന്റെ സെന്ററിൽ നിന്ന് ഇത്, ദാറ്റ് മീൻസ് ഇത്രയും ഡിസ്റ്റൻസ് Y2 അല്ലല്ലോ, H2 ബാർ. അത് കണ്ടുപിടിക്കണമെങ്കിൽ എന്താ? ഇവിടുന്ന് ഇവിടം വരയ്ക്ക് നമുക്ക് 244 ആണല്ലോ. അതിൽ നിന്ന് ഇത്രയും ഡിസ്റ്റൻസ് മൈനസ് ചെയ്താൽ മതിയല്ലോ. ഇത്രയും ഡിസ്റ്റൻസ് എന്താ? 60 പ്ലസ് 280/2. ഇവിടെ എഴുതാം. H1 ബാർ ഞാൻ എഴുതിയേക്കാം. 156 മൈനസ് 60/2. H2 ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 244. അതായത് ഇവിടുന്ന് ഇവിടെ വരയ്ക്ക് 244. അതിൽ നിന്ന് നമുക്ക് ഇത്രോ മൈനസ് ചെയ്യണം.
മൈനസ് ഇത്ര എന്ന് പറഞ്ഞാൽ എന്താ 60 പ്ലസ് 280/2. ക്ലിയർ അല്ലേ? യെസ്. 244 മൈനസ് 60 പ്ലസ് 140 അതിന്റെ സ്ക്വയർ പ്ലസ് I3 ഈ പോർഷൻ ബി എന്താ 100 ഇൻറ്റു ഡി എന്താ 60 ക്യൂബ് ഡിവൈഡഡ് ബൈ 12 പ്ലസ് ഏരിയ 100 ഇൻറ്റു 60 ഇൻറ്റു എന്താ ഈ ഡിസ്റ്റൻസ് ഗ്രീൻ വെച്ചല്ലേ വരച്ചേ? യെസ്. ഇതിന്റെ സെന്ററിൽ നിന്ന് അല്ലേ, ഇതിന്റെ സെന്ററിൽ നിന്ന് ഈ ഡിസ്റ്റൻസ്, ഇതിന്റെ സെന്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക്. ദിസ് ഈസ് H3 ബാർ എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് H3 ബാർ ഈക്വൽ ടു ഇവിടെ നിന്ന് ഇവിടം വരെ 244 മൈനസ് ഇത്രയും എത്ര 60/2. 244 മൈനസ് 30 ഹോൾ സ്ക്വയർ. ഓക്കെ, എത്ര കിട്ടി? ടപ്പെന്ന് കാൽക്കുലേറ്റർ ചെയ്തേ. ഇത്രയും ചെയ്യുമ്പം 291168,000 പ്ലസ് 189713066.7 പ്ലസ് 276576000. Yes, I equal to 757457066.7 mm raised to 4. 757457066.7 mm raised to 4. സോ നമുക്ക് ഐ കിട്ടിയെങ്കിൽ നമുക്ക് z ഈക്വൽ ടു I/y ആണ്. z ഈക്വൽ ടു I/y. സോ z ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I/YB 757457066.7 divided by YB 244. So the answer section modulus bottom 3104,332.24 mm cube. Then ZT I/YT 757457066.7 divided by YT 156. It is 4855494.017 mm cube. സോ നമുക്ക് അൺനോൺ വാല്യൂസ് എല്ലാം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. വൈ? ബിക്കോസ് ഇറ്റ് ഇസ് ഐ സെക്ഷൻ ആണ്. ഐ സെക്ഷൻ ആയപ്പോൾ നമുക്ക് ഇതിന്റെ CG ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യണമായിരുന്നു. സോ നമ്മൾ ന്യൂട്രൽ ആക്സിസ് ദിസ് ഇസ് Y ബാർ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് വിത്ത് റെസ്പെക്ട് ടു ബോട്ടം ആണ് നമ്മൾ ചെയ്തത്. ഓക്കെ, അതിന് ശേഷം നമ്മൾ സെക്ഷൻ മോഡുലസ് കാണാൻ വേണ്ടി നമുക്ക് ഐ വേണമായിരുന്നു. സോ നമ്മൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിച്ചു, സെറ്റ് ചെയ്തു. ഇനി നമുക്ക് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യന് 2 കേസ് പറഞ്ഞിട്ടുണ്ട്. സ്ട്രെസ് ഡെവലപ്ഡ് അറ്റ് ദ ട്രാൻസ്ഫർ സ്റ്റേജ് ആൻഡ് സർവീസ് സ്റ്റേജ്. 2 സ്റ്റേജിലായിട്ട് നമുക്ക് കാണണം. നമുക്ക് സ്ട്രെസ്സസ് കണ്ടുപിടിക്കാം. ഫസ്റ്റ് കേസ് സ്ട്രെസ്സസ് ഡെവലപ്ഡ് അറ്റ് ദ ട്രാൻസ്ഫർ സ്റ്റേജ്. ഓക്കെ, ട്രാൻസ്ഫർ സ്റ്റേജിലെ സ്ട്രെസ്സസ് ആണ് ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അറ്റ് ട്രാൻസ്ഫർ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ സ്ട്രെസ്സസ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്? പ്രീ സ്ട്രെസ്സിംഗ് ഫോഴ്സ് പ്ലസ് സൾഫേറ്റ്. ദാറ്റ് മീൻസ് സൾഫേറ്റ് ഉള്ളി. ലൈവ് ലോഡ് നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. ഓക്കെ, നോ ലൈവ് ലോഡ് നമ്മൾ കൺസിഡർ ചെയ്യില്ല. പ്രീ സ്ട്രെസ്സിംഗ് ഫോഴ്സ് പ്ലസ് സൾഫേറ്റ് ഉള്ളി. ദാറ്റ് മീൻസ് ഡെഡ് ലോഡ് മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ പ്രീ സ്ട്രെസ്സിംഗ് ഫോഴ്സ് ട്രാൻസ്ഫർ സ്റ്റേജിൽ. ഓക്കെ, ദാറ്റ് മീൻസ് നമുക്ക് W എന്ന് പറയുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് ആണ്. സോ നമ്മൾ ലൈവ് ലോഡ് എടുക്കത്തില്ല. സോ നമുക്ക് ഇക്വേഷൻ ഒന്ന് എഴുതാം. സ്ട്രെസ്സസ് അറ്റ് ടോപ്പ് ഫൈബർ എന്താ? P/A മൈനസ് P ഇൻറ്റു E/Z പ്ലസ് M/Z. സ്ട്രെസ്സസ് അറ്റ് bottom fiber P/A plus P into E/Z minus M/Z. ഓക്കെ, ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, നമുക്കിവിടെ എന്താ മാറ്റമെന്ന് നോക്കാം. സി, P
P/A അതായത് പ്രീസ്ട്രസിംഗ് ഫോഴ്സ് വെച്ചിട്ടുള്ളത്, പിന്നെ എക്സെൻട്രിസിറ്റി അതായത് നമുക്ക് ഹോഗിങ് മൊമെന്റ് വെച്ചിട്ടുള്ളത്. ഇസഡ് ടോപ്പ് ആവുമ്പം ഇസഡ് ടി ആണ് ദിസ്. ഓക്കെ, ദെൻ എം നമ്മൾ ട്രാൻസ്ഫർ സ്റ്റേജ് ആണ് കൺസിഡർ ചെയ്തേക്കുന്നത്. സോ നമുക്ക് എന്താ എം വെച്ചിട്ട് നമുക്ക് ഡെഡ് ലോഡ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. സോ ഹിയർ ഡി. ഇവിടെ എന്താ സെഡ് ബി, ഇവിടെ സെഡ് ടി, സെഡ് ബി ബോട്ടത്തിന്റെ. ഓക്കെ, ഇതാണ് ചേഞ്ച് ഉള്ളത്. ഇനി നമുക്ക് ഈ ഓരോരോ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെസ്സസ് കിട്ടും. ഓക്കെ, ഫസ്റ്റ് സ്ട്രെസ് ഡ്യൂ ടു ദിസ് P/A. Stress due to direct compressive force. That means pre-stressing force. That is P/A. Okay. P/A. P നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. P നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 100 kilonewton divided by നമുക്ക് ഏരിയ ആണ്. ഏരിയ എന്ന് പറയുമ്പം ഇതിന്റെ ടോട്ടൽ ഏരിയ എത്രയായിരുന്നു? 18000 പ്ലസ് 22400 പ്ലസ് 6000. ഓക്കെ, 18000 പ്ലസ് 22400 പ്ലസ് 6000. ഓക്കെ, എത്ര വന്നു? യെസ്, 2.155 Newton per mm square. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ടേം ഫൈൻഡ് ഔട്ട് ചെയ്യാം. സ്ട്രെസ്സസ് ഡ്യൂ ടു P into E by ZT. P 100 into 10⁻³ into E. E ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഫിഗറിലേക്ക് നോക്കുക. ക്ലിയർ അല്ലേ? യെസ്, ഇതിന്റെ ന്യൂട്രൽ ആക്സിസ് ഇതാണ്. ഓക്കെ, ബോട്ടം പോർഷനിൽ 244, ടോപ്പിൽ YT 156. നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് 50 mm ഫ്രം ദ സോഫിറ്റ് ഓഫ് ദ ബീം. ഈ ബോട്ടം പോർഷനെയാണ് നമ്മൾ സോഫിറ്റ് എന്ന് പറയുന്നത്. അവിടുന്ന് 50 mm മാറിയിട്ട് ദാറ്റ് മീൻസ് ഇത്രയുമാണ് 50. നമുക്ക് എക്സെൻട്രിസിറ്റി E എന്ന് പറയുന്നത് എന്താ? ന്യൂട്രൽ ആക്സിസിൽ നിന്ന് ഇങ്ങോട്ടുള്ളതാണ് E എന്ന് പറയുന്നത്. അതായത് പ്രീസ്ട്രസിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നിടം വരെയുള്ള, അതാണ് നമ്മുടെ CGS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാണ് പ്രീസ്ട്രസിംഗ് സ്റ്റീല്, അതിന്റെ CG വരെയുള്ളതാണ് നമുക്ക് എക്സെൻട്രിസിറ്റി E എന്ന് പറഞ്ഞാൽ. ഇത് CGCയും ഇത് CGSഉം. അതാണ് നമുക്ക് എക്സെൻട്രിസിറ്റി E എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് CGC, ദിസ് ഈസ് CGS. ഓക്കെ, ഇൻ ബിറ്റ്വീൻ ആണ് നമുക്ക് എക്സെൻട്രിസിറ്റി E. സോഫിറ്റിന്ന് ഇതിന്റെ CG വരെയുള്ളതാണ് 50 mm എന്ന് പറഞ്ഞു. സോ നമുക്ക് എന്താ ഈ എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇവിടം വരെ 244 ആണ് മൈനസ് 50. എത്ര വന്നു? 244 മൈനസ് 50, യാ 194 mm. എക്സെൻട്രിസിറ്റി E ഈക്വൽ ടു 194 mm. ക്ലിയർ അല്ലേ? ഓക്കെ, സോ നമുക്ക് E ഇൻറ്റു എത്രയായിരുന്നു? 194 ഡിവൈഡഡ് ബൈ ZT. ZT നമുക്ക് കിട്ടിയ വാല്യൂ എത്രയായിരുന്നു? 4855494.017. 4855494.017. എത്ര കിട്ടി ആൻസർ? യാ 3.995 Newton per mm square. ഇനി നമുക്ക് ഈ ഒരു ടേമും കൂടി സ്ട്രെസ് കാണുന്നില്ലേ? യെസ്, സ്ട്രെസ് കാണാലോ, ഡ്യൂ ടു MD by ZT. MD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻഡിങ് മൊമെന്റ് ഡ്യൂ ടു ഡെഡ് ലോഡ്. ഓക്കെ, ഡെഡ് ലോഡ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. WD എന്ന് പറയുമ്പോൾ നമുക്ക് യൂണിറ്റ് വെയിറ്റ് ഓഫ് കോൺക്രീറ്റ് 24 ഇൻറ്റു നമ്മളുടെ ഡയമെൻഷന് എന്തായിരുന്നു? ഇങ്ങോട്ടേക്ക് ബ്ലാക്കിൽ എഴുതാവേ, തെളിയുന്നില്ല.
WD. 24 into, okay, നമ്മളുടെ I section ആണ്. ഇതിന്റെ ഡയമെൻഷൻ 0.3 into 0.06 പ്ലസ് ഇത്രോ 0.08 into 0.28 പ്ലസ് ഇത് 0.1 into 0.06 അല്ലേ? യെസ്. WD നമുക്ക് കിട്ടുന്നത് 1.1136 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. WD. സോ നമുക്ക് MD കാൽക്കുലേറ്റ് ചെയ്യാം. WD L square by 8. That means 1.1136 into L. സ്പാൻ ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 8. 8 square by 8. എത്ര കിട്ടി? യെസ്, 8.9088 കിലോ ന്യൂട്ടൺ മീറ്റർ. 8.9088 കിലോ ന്യൂട്ടൺ മീറ്റർ. നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. യെസ്, 8.9088 കാണാമല്ലോ, ഇച്ചിരി മഷി കുറവാണ്. ഇൻറ്റു നമുക്ക് കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്, 10⁶ ന്യൂട്ടൺ mm ഡിവൈഡഡ് ബൈ ZT 485549.017. എത്ര കിട്ടി? യെസ്, 1.8347 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. ഓക്കെ, P/A ഈ വാല്യൂ തന്നെ. P/ZB നമുക്കിനി കാൽക്കുലേറ്റ് ചെയ്യണം. സ്ട്രെസ് ഡ്യൂ ടു P into E by ZB. 100 into 10⁻³ E 194 divided by ZB 310433.2.24. Answer, yeah, 2.869 Newton per mm square. ഇനി നമുക്ക് MD by ZB. Stress due to MD by ZB. M എത്രയായിരുന്നു? 8.9088 into 10⁻6 divided by ZB 310433.24. എത്രയാ? 2.8. സോറി, ഇത് തെറ്റിപ്പോയി. ഇത് എത്രയാ? 6.249 ന്യൂട്ടൺ. 6 പോയിന്റ് ആണ്, 2 പോയിന്റ് അല്ല. ഇത് നമുക്ക് കിട്ടുന്നത് 2.869 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. ക്ലിയർ ആക്കണേ. PE by ZB 6.249 അല്ലേ? അതെ. MD by ZB നമുക്ക് കിട്ടുന്നത് 2.869 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. സോ നമുക്ക് ഇതിന്റെ എല്ലാ വാല്യൂസും ആയി നമുക്കിനി ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാവും. സോ നമുക്ക് സ്ട്രെസ്സസ് developed at top fiber P/A minus P into E by ZT plus MD by ZT. ഓക്കെ, വാല്യൂസ് എല്ലാം ഇവിടെ ഉണ്ട്. P/A വാല്യൂ 2.155 minus P into E ZT 3.995, MD by ZT 1.8347. So the answer minus 5.3 into 10⁻³ Newton per mm square. Right? Yes. Next, stresses at bottom fiber. P/A plus P into E by ZB minus MD by ZB. Okay, again substitute the value 2.155 P/A plus P into E ZB 6.249 minus MD ZB 2.869. Yes, 5.535 Newton per mm square.
സോ ട്രാൻസ്ഫർ സ്റ്റേജിലെ ടോപ്പ് ഫൈബർ -5.3 into 10⁻³ ബോട്ടം 5.535 ന്യൂട്ടൺ പെർ mm². സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം ആണിത്. ഓക്കെ, സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം. ഓക്കെ, P/A 2.155, താഴെ 2.155, PE/ZT, PE/ZB ഇവിടെ 3.995, ഇവിടെ 6.249. ഓക്കെ, ഇവിടെ സാഗിങ് മൊമെന്റിൻ്റെത് MD/ZT 1.834, ഹിയർ MD/ZB 2.869. സോ ദ ഫൈനൽ നെറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം നമുക്ക് ടോപ്പിൽ -5.3 ആണ്. സോ ഇപ്പുറത്തേക്ക് വരും -5.3 into 10⁻³ ബോട്ടത്തിൽ +5.535 ന്യൂട്ടൺ പെർ mm² ആണ്. സോ ഫൈനൽ ഫിഗറും വരക്കണം. ഇത് ട്രാൻസ്ഫർ സ്റ്റേജിന്റെ. ഇനി നമുക്ക് സർവീസ് സ്റ്റേജിന്റെ ഇതുപോലെ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യാം. നെക്സ്റ്റ് കേസ് 2, സ്ട്രെസ്സസ് ഡെവലപ്ഡ് അറ്റ് ദ സർവീസ് സ്റ്റേജ്. ട്രാൻസ്ഫർ സ്റ്റേജ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് പ്ലസ് ഡെഡ് ലോഡ്, സൾഫേറ്റ് മാത്രമേ നമ്മൾ എടുത്തോളൂ, ലൈവ് ലോഡ് നമ്മൾ എടുത്തില്ല. ഇൻ ദിസ് കേസ് നമുക്ക് ലൈവ് ലോഡും കൂടി വരും. സോ സർവീസ് സ്റ്റേജ് അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റിനകത്ത് ചിലപ്പോൾ ഫൈനൽ സ്റ്റേജ് എന്നായിരിക്കും പറയുന്നത്. സർവീസ് സ്റ്റേജ് ഓർ ഫൈനൽ സ്റ്റേജ്, പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് പ്ലസ് സൾഫേറ്റ്, ദാറ്റ് മീൻസ് ഡ്യൂ ടു ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ്, ഇത്രയും കൂടി വരും. സോ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ് ചേഞ്ച് ആവുന്നതെന്ന് നോക്കാം. സ്ട്രെസ്സസ് അറ്റ് ടോപ്പ് ഫൈബർ P/A, പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് വെച്ചിട്ടുള്ളത്, മൈനസ് ഹോഗിങ് മൊമെന്റ് P ഇൻറ്റു ടോപ്പ് ആവുമ്പോൾ P ഇൻറ്റു E/ZT പ്ലസ് M എന്താ ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് ഡിവൈഡ് ബൈ ZT. ഇനി സ്ട്രെസ്സസ് അറ്റ് ബോട്ടം ഫൈബർ P/A പ്ലസ് P ഇൻറ്റു E/ZB. ഓക്കെ, തെറ്റിക്കരുത്, -M ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് ഡിവൈഡ് ബൈ ZB. സോ നമുക്ക് P/A നമ്മൾ മുമ്പേ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് 2.155 ന്യൂട്ടൺ പെർ mm². നമുക്ക് W എന്ന് പറയുമ്പം ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് ആണ്. ഡെഡ് ലോഡ് നമ്മൾ മുമ്പേ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു, 1.1136 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ കിട്ടിയിരുന്നു. ലൈവ് ലോഡ് നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 2 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. സോ ദ ടോട്ടൽ ലോഡ് 3.1136 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. സോ നമുക്ക് മൊമെന്റ് കണ്ടുപിടിക്കാം. WL²/8. W എന്ന് പറഞ്ഞാൽ ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ്, ദാറ്റ് ഈസ് 3.1136 ഇൻറ്റു സ്പാൻ ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 8² ഡിവൈഡ് ബൈ 8. സോ നമുക്ക് 24.9088 കിലോ ന്യൂട്ടൺ മീറ്റർ കിട്ടും. സോ നമുക്ക് ഇനി ഈ വാല്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. M കിട്ടിയിട്ടുണ്ട്, PE/ZT നമുക്ക് മുമ്പേ കിട്ടിയിട്ടുള്ള വാല്യൂ ആണ്. എത്രയായിരുന്നു PE/ZT എന്നുള്ളത്? P ഇൻറ്റു E/ZT, അത് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുള്ളതാണ്. P ഇൻറ്റു E/ZT ഒന്ന് നോക്കിക്കേ എത്രയാണ്. 3.995 ന്യൂട്ടൺ പെർ mm². അതുപോലെ P ഇൻറ്റു E/ZB 6.249 ന്യൂട്ടൺ പെർ mm² ആണേ. ഓക്കെ, P/Aയും കിട്ടി. നമുക്ക് M മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ. സോ നമുക്കത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഫസ്റ്റ് M/ZT. M എന്ന് പറയുമ്പോൾ ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ്, ദാറ്റ് ഈസ് 24.9088 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്. 10⁻6 ഡിവൈഡ് ബൈ ZT 4855494.017. ഇറ്റ് ഈസ് 5.13 ന്യൂട്ടൺ പെർ mm². mm ആണ്. ദെൻ M ഡിവൈഡ് ബൈ E ടൈം ZB. M ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് ആണ്. ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ്, അതാണ് M എന്ന് പറഞ്ഞ് ഇവിടെ എടുത്തേക്കുന്നത്. ദാറ്റ് ഈസ് 24.9088 ഇൻറ്റു 10⁻6 ഡിവൈഡ് ബൈ ZB 3104332.24. ആൻസർ ഈസ് 8.0238 ന്യൂട്ടൺ പെർ mm². സോ നമുക്ക് എല്ലാ വാല്യൂസുമായി ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാവും. ഓക്കെ, സ്ട്രെസ്സസ് at top fiber equation P/A minus P into E/ZT plus M/ZT. M എന്താ ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ്. ഓക്കെ, P/A എത്രയായിരുന്നു? 2.155 മൈനസ് P into EZT 3.995
plus m by zt 5.13. So the answer is 3.29 Newton per mm square. Okay, then stresses at bottom. Equation P by A plus P into E by ZB minus M, dead load plus live load, divided by ZB. So 2.155 plus 6.249 minus 8.0238. Answer, yeah, 0.3802 Newton per mm square. Okay, top fiber and bottom fiber and kitty. നമുക്കിനി stress distribution diagram വരയ്ക്കാം. Okay, plus equal to. Okay, okay, values എത്രയൊക്കെയാ കിട്ടിയെന്ന് ഓർമ്മയുണ്ടോ? P by A 2.155, PE by ZT എത്രയായിരുന്നു? 3.95, P by ZB 6.249 minus plus minus M by ZT 5.13, M by ZB 8.0238. So the final answer here it is 3.29 Newton per mm square, and here 0.38 Newton per mm square. This is net diagram. Stress distribution diagram positive. Okay, നമ്മൾ ട്രാൻസ്ഫർ സ്റ്റേജിലെയും സർവീസ് സ്റ്റേജിലെയും വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത്. ശ്രദ്ധിക്കണം, ട്രാൻസ്ഫർ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ലൈവ് ലോഡ് കൺസിഡർ ചെയ്യത്തില്ല. സർവീസ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഫൈനൽ സ്റ്റേജ് ആണ്. ആ സ്റ്റേജിൽ നമ്മൾ ലൈവ് ലോഡും കൺസിഡർ ചെയ്യും. സോ ഇച്ചിരി ചെറിയൊരു ലെങ്തി പ്രോബ്ലം ആണ്. കീനായിട്ട് ഒബ്സർവ് ചെയ്യുക, നോട്ട് പ്രിപ്പയർ ചെയ്യുക, പഠിക്കുക. ഹാവ് എ നൈസ് ഡേ.